കോൺഗ്രസ് മുന്നണിക്ക് നാട്ടിൽ സ്ഥാനമില്ല എന്ന് ഉറക്കം പ്രഖ്യാപിക്കുവാൻ ഈ സ്ഥാനാർത്ഥി ആർമിനിക്ക് തങ്ക താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കും. എല്ലാവർക്കും വീട്, ശൗചാലയമില്ലാത്തവർക്ക് ശൗചാലയങ്ങൾ, സൗജന്യ ഗ്യാസ് കണക്ഷൻ, കുടിവെള്ളം, എല്ലാവർക്കും 5 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, തെരുവ് കച്ചവടക്കാർക്ക് പോലും ജാമ്യമില്ലാതെ 50,000 രൂപ പലിശരഹിത വായ്പ നൽകുന്ന PM സ്വാനിധി പദ്ധതി, അങ്ങനെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെല്ലാവരും ആർമിനിക്ക് തങ്ക താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ ആസന്നമായ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീപരാഗന്മാരിൽ നിന്നും മത്സരിക്കുന്ന ബിജെപിയുടെ കരുത്തുറ്റ സാരഥി ആർമിനിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൃശൂരിന്റെ അമരക്കാരനായ ബിജെപിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരെയും സഹോദരന്മാരെയും ഗുരുജനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും ദേശസ്നേഹികളെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുവാൻ ആർമിനിയെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൃശൂരിന്റെ അമരക്കാരൻ ബിജെപിയുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇതാ ഈ വഴിപ്പാതയിലൂടെ കടന്നു വരുന്നു. ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരെയും സഹോദരന്മാരെയും ഗുരുജനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും ദേശസ്നേഹികളെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരെയും സഹോദരന്മാരെയും ഗുരുജനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും ദേശസ്നേഹികളെയും നേരിൽ കണ്ട് ആർമിനിയെ വിജയിപ്പിക്കണമേ എന്ന് വിനോദവസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൃശൂരിന്റെ അമരക്കാരനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇതാ ഈ വഴിപ്പാതയിലൂടെ കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ അമ്മമാരെ, ആശീർവദിക്കണമേ സഹോദരിമാരെ, ശ്രീ ആർമിനിയെ വിജയം ശ്രീ നാരായണി നഗരസഭയിലേക്ക് അയക്കണമേ എന്ന വിനയത്വത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് തൃശൂരിന്റെ അമരക്കാരൻ ശ്രീ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ആർമിനിയെ വിജയിപ്പിക്കൂ, അഴിമതിരഹിത ഭരണത്തിനായി ആർമിനിയെ വിജയിപ്പിക്കൂ എന്ന വിനോദനത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആർമിനിയെ വിജയശ്രീ ലാളുകയാക്കി അനന്തപുരിയുടെ നഗരസഭയിലേക്ക് അയക്കണമേ എന്ന വിനോദനത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൃശൂരിന്റെ അമരക്കാരൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതാ ഈ വഴിപ്പാതയിലൂടെ ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെയും ദേശസ്നേഹികളെയും നേരിക്കാണുവാൻ ഇതാ ഈ വഴിപ്പാതയിലൂടെ കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ ആർമിനിക്ക് നൽകി നിന്നെ വിജയിപ്പിക്കണമേ എന്ന വിനോദവസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൃശൂരിന്റെ അമരക്കാരനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ആയിരങ്ങൾ നൽകിയ 10,000 നൽകിയ ആവേശോജ്വലമായ സ്വീകരണത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് പ്രകാശിപ്പിച്ചുകൊണ്ട് ശ്രീപരാഗന്മാരിനെ പ്രതിനിധീകരിക്കുന്ന ബിജെപിയുടെ കരുത്തുറ്റ സാരഥി പ്രിയങ്കരിയായ ആർമിനിയെ വിജയിപ്പിക്കും ജനാധിപത്യ വിശ്വാസികളെ ദേശസ്നേഹികളെ എന്ന വിനയത്വത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൃശൂരിന്റെ അമരക്കാരൻ ബിജെപിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ആർമിനിയെ വിജയിപ്പിക്കൂ, അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കുവാൻ ശ്രീവരാഗത്തു നിന്നും ആർമിനിയെ തെരഞ്ഞെടുത്ത് തിരുവനന്തപുരം നഗരസഭയിലേക്ക് അയക്കണമേ എന്ന് വിനോദവസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൃശൂരിന്റെ അമരക്കാരൻ ബിജെപിയുടെ അമരക്കാരൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആർമിനിയെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ആർമിനിയെ വിജയിപ്പിച്ച് വിജയശ്രീ ലാളിതയാക്കി ശ്രീവരാഗന്മാരിൽ നിന്നും തെരഞ്ഞെടുത്ത തിരുവനന്തപുരം നഗരസഭയിലേക്ക് അയക്കണമേ എന്ന് വിനയവസരം അഭ്യർത്ഥിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ അമ്മമാരെ, സഹോദരിമാരെ, ഗുരുജനങ്ങളെ, സഹോദരന്മാരെ എന്ന് വിനയവസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ
ആശീർവദിക്കണമേ സഹോദരിമാരെ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ സഹോദരന്മാരെ, സഹോദരിമാരെ, ഗുരുജനങ്ങളെ എന്ന് വിനായകത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീമാൻ സുരേഷ് ഗോപി, സുരേഷ് ഗോപി ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരെയും സഹോദരന്മാരെയും ഗുരുജനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും ദേശസ്നേഹികളെയും ഒരു നോക്ക് കണ്ട് ആർമിനിയെ വിജയിപ്പിക്കണമേ, വിജയശീലാളിതയാക്കണമേ. ശ്രീവരാഹത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് അയക്കണമേ എന്ന് വിനയപരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് പ്രിയങ്കരനായ സുരേഷ് ഗോപി, തൃശൂരിന്റെ അമരക്കാരൻ സുരേഷ് ഗോപി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ഭരണം കാഴ്ചവെക്കാൻ നഗരമേ എന്ന വിനയത്തിന്റെ ഭാഷയിൽ പ്രിയങ്കരായ ആർമിനിയെ ഒന്നാമത് അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമിതികളുടെ അവകാശങ്ങളെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൃശൂരിന്റെ അമരക്കാരൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശ്രീ വിനിയോഗത്തിനായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ആശീർവദിക്കണമേ ജനാധിപത്യ വിശ്വാസികളെ, ദേശസ്നേഹികളെ, ആശീർവദിക്കണമേ, വിജയശ്രീലാളിതയാക്കി ശ്രീരാമനിൽ നിന്നും തെരഞ്ഞെടുപ്പ് ആർമിനെ അയക്കണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീവരാഹത്തിന്റെ അമരക്കാരി ആർമിനിയുമായി ഭരത് ഗോപി, സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശൂരിന്റെ അമരക്കാരനായ സുരേഷ് ഗോപി ഈ നാട്ടിൽ മുഴുവൻ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെയും ദേശസ്നേഹികളെയും അമ്മമാരെയും സഹോദരിമാരെയും ഗുരുജനങ്ങളെയും നേരിൽ കണ്ട് ആർമിനിയെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ വഴി താരയിലൂടെ കടന്നു വരുന്നു. അനന്തപത്മനാഭൻ അനന്തശയനം കൊള്ളുന്ന അനന്തമുടിയുടെ ഈ വഴി താരയിലൂടെ ശ്രീമാൻ സുരേഷ് ഗോപി, ശ്രീ സുരേഷ് ഗോപി, ഭരത് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശൂരിന്റെ അമരക്കാരൻ സുരേഷ് ഗോപി ആർമിയെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് സുരേഷ് ഗോപി ആർമിയോടൊപ്പത്തിനായി വാഹനത്തിൽ തൊട്ടു പിന്നാലെ അമ്മമാരെ, സഹോദരിമാരെ, ആശീർവദിക്കണമേ സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ മത്സരിക്കുന്ന ആർമിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് വിജയശ്രീലാളിതയാക്കി ശ്രീവരാഹത്തിന്റെ ശബ്ദം തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിധ്വനിക്കുവാൻ ശ്രീവരാഹത്തിന് മുമ്പ് മത്സരിക്കുന്ന വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഭരത് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ അമ്മമാരെയും സഹോദരിമാരെയും ജനാധിപത്യ വിശ്വാസികളെയും ഗുരുജനങ്ങളെയും നേരിട്ടുണ്ട് വോട്ടഭ്യർത്ഥിക്കുവാൻ ഈ വഴി താരയിലൂടെ കടന്നു വരുന്നു. അനന്തപത്മനാഭൻ അനന്തശയനം കൊള്ളുന്ന അനന്തമുടിയുടെ ഈ വഴി താരയിലൂടെ ശ്രീമാൻ ഭരത് ഗോപി, സുരേഷ് ഗോപി ഇതുവരെ കടന്നു വരുന്നു. ആശീർവദിക്കണമേ ഗുരുജനങ്ങളെ, അനുഗ്രഹിക്കണമേ സഹോദരന്മാരെ, അനുഗ്രഹിക്കണമേ സഹോദരിമാരെ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ആയിരങ്ങൾ നൽകിയ 10,000 നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് പ്രകാശിപ്പിച്ചുകൊണ്ട് ബിജെപിയുടെ കരുത്തുറ്റ സാരഥി ശ്രീവരാഹത്തിന്റെ പ്രിയങ്കരി ശ്രീവരാഹത്തിന്റെ വിജയിപ്പിച്ചില്ലേ ശ്രീരാളിതയാക്കി ശ്രീവരാഹത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് അയക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് സുരേഷ് ഗോപി, ഭരത് സുരേഷ് ഗോപി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു.
ആയിരങ്ങൾ നൽകിയ 10,000 നൽകിയ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ തൃശൂരിന്റെ അമരക്കാരൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതായി വഴിത്താരയിലൂടെ കടന്നു വരുന്നു. ആയിരങ്ങൾ നൽകിയ 10,000 നൽകിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആർമിയെ വിജയിപ്പിക്കാൻ ആർമിയെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിങ്ങൾ വിലയേറിയ സംവിധാനാവകാശങ്ങൾ ലക്ഷ്മീദേവിയുടെ ഇരിപ്പിടമായ താമരയാണ് നമ്മുടെ ചിഹ്നം. നമ്മുടെ ചിഹ്നം താമരയാണ്, തെങ്ങ് താമരയാണ്. താമരയുടെ വിലയേറിയ സംവിധാനാവകാശങ്ങൾ രേഖപ്പെടുത്തി അനന്തപത്മനാഭൻ അനന്തശൈലം അനന്തപുരിയുടെ തിരുമുറ്റത്ത് ഈ വഴിത്താരയിലൂടെ ആർമിനെ വിജയിപ്പിക്കുകയോ ശ്രീ രാജകയാക്കോ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സുരേഷ് ഗോപി തൃശൂരിന്റെ അമരക്കാരൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതായി വഴിത്താരയിലൂടെ കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ അമ്മമാരെ, ആശീർവദിക്കണമേ സഹോദരിമാരെ, അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സഹോദരിമാരെ, സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, സഹോദരന്മാരെ എന്ന വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ തങ്കത്താമര അടയാളത്തിന് രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിന്റെ അമരക്കാരൻ സുരേഷ് ഗോപി ഇതായി വഴിത്താരയിലൂടെ കടന്നു വരുന്നു. ആയിരങ്ങൾ നൽകിയ 10,000 നൽകിയ ആവേശോജ്വലമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആർമിനെ വിജയിപ്പിക്കൂ, വിജയശ്രീ ലാളിതയാക്കൂ, അഴിമതിരഹിത ഭരണത്തിനായി ശ്രീവാഹം വാളിൽ നിന്നും ആർമിനെ വിജയിപ്പിച്ച് വിജയശ്രീ ലാളിതയാക്കി തിരുവനന്തപുരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെയും ദേശസ്നേഹികളെയും നേരിക്കണ്ട് ആർമിനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. അനന്തപത്മനാഭൻ അനന്തശൈലം കൊള്ളുന്ന അനന്തപുരിയുടെ തിരുമുറ്റത്തുള്ള ഈ വഴിത്താരയിലൂടെ ആർമിനെ വിജയിപ്പിക്കൂ, ശ്രീവാഹത്തിന്റെ ശബ്ദം തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിധ്വനിക്കുവാൻ ആർമിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ശ്രീ ലാളിതയാക്കി തിരുവനന്തപുരം നഗരസഭയിലേക്ക് അയക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിന്റെ അമരക്കാരൻ സുരേഷ് ഗോപി ഇതായി വഴിത്താരയിലൂടെ കടന്നു വരുന്നു. ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെയും ദേശസ്നേഹികളെയും അമ്മമാരെയും സഹോദരിമാരെയും ഗുരുജനങ്ങളെയും സഹോദരന്മാരെയും നേരിൽ കണ്ടു വോട്ടഭ്യർത്ഥിക്കുന്ന സാരഥി ബിജെപിയുടെ കർമ്മധീരനായ പ്രിയങ്കരിയായ സാരഥി ആർമിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും താമര അടയാളത്തിൽ രേഖപ്പെടുത്തി അനന്തപുരിയിൽ ശ്രീവരാഹത്തിൽ നിന്നും തിരുവനന്തപുരം നഗരസഭയിൽ ശ്രീവരാഹത്തിന്റെ ശബ്ദം പ്രതിധ്വനിക്കുവാൻ ആർമിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആർമിനെ വിജയിപ്പിക്കണമേ, വിജയശ്രീ ലാളിതയാക്കണമേ, ശ്രീവരാഹത്തിന്റെ ശബ്ദം തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിധ്വനിക്കുവാൻ ശ്രീമതി ആർമിനെ വിജയിപ്പിക്കണമേ, വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് വിജയശ്രീ ലാളിതയാക്കി താമര അടയാളത്തിന് രേഖപ്പെടുത്തി ശ്രീമതി എന്നെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിന്റെ അമരക്കാരൻ സുരേഷ് ഗോപി ഇതാ ശ്രീ മിനിയുമായി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ അമ്മമാരെ, നിങ്ങളുടെ സമ്മതിദാനാവകാശം അമരക്കാരൻ സുരേഷ് ഗോപി ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ അമ്മമാരെ, ആശീർവദിക്കണമേ ഗുരുജനങ്ങളെ, അനുഗ്രഹിക്കണമേ സഹോദരിമാരെ, അനുഗ്രഹിക്കണമേ ഗുരുജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ, ദേശസ്നേഹികളെ, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ അഴിമതി രഹിത ഭരണത്തിനായി നൽകണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ
രേഖപ്പെടുത്തി തങ്കത്താമര അടയാളത്തിന് രേഖപ്പെടുത്തി ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ താമര അടയാളത്തിന് രേഖപ്പെടുത്തി ആർമിനിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ശ്രീവരാഗത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് ശ്രീവരാഗത്തിന്റെ ശബ്ദം തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിഫലിക്കുവാൻ അനുവദിക്കണമേ ആശീർവദിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതാ ഈ വഴിത്താരയിലൂടെ ആർമിനിയുമായി ഇതാ ഇതുവഴി കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ അമ്മമാരെ, ആശീർവദിക്കൂ സഹോദരിമാരെ, അനുഗ്രഹിക്കൂ സഹോദരന്മാരെ, അനുഗ്രഹിക്കൂ അപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഗുരുജനങ്ങളെ എന്ന് വിനയത്വത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ തങ്കത്താമര അടയാളത്തിന് രേഖപ്പെടുത്തി ആർമിനിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിച്ച് വിജയശ്രീ ലാളിതയാക്കി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ബിജെപിയുടെ പ്രിയങ്കരായ സാരഥി ആർമിയെ വിജയിപ്പിക്കുക ശ്രീരാഗത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് തിരുവനന്തപുരം നഗരസഭയിൽ ശ്രീരാഗത്തിന്റെ ശബ്ദം പ്രതിഫലിക്കുവാൻ ശ്രീരാഗത്തിൽ നിന്നും മത്സരിക്കുന്ന ആർമിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശൂരിന്റെ അമരക്കാരൻ സുരേഷ് ഗോപി ഈ വഴിപ്പാറയിലൂടെ കണ്ടുവരുന്നു. അമ്മമാരെ, സഹോദരിമാരെ, 24-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഒരു അനുമതിയുടെ ഭരണത്തിനായി വിജയിപ്പിച്ച് തന്റെ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ താമര അടയാളത്തിൽ നിങ്ങൾ ആർമിയെ വമ്പിച്ച മുന്നേറ്റത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശൂരിന്റെ അമരക്കാരൻ സുരേഷ് ഗോപി ആർമിനിയെ വിജയശ്രീ ലാളിതയാക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ആയിരങ്ങൾ നൽകിയ 10,000 നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആർമിനിയെ വിജയിപ്പിക്കണമേ. സമ്മതിദായകരെ, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ താമര അടയാളത്തിന് രേഖപ്പെടുത്തുന്നതായി എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീവരാഗത്തിന്റെ അമരക്കാരി ആർമിനി, ശ്രീവരാഗത്തിന്റെ പ്രിയങ്കരി ആർമിനി, ശ്രീവരാഗത്തിന്റെ ബിജെപിയുടെ കരുത്തുറ്റ സാരഥി ആർമിനിയെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഭരത് സുരേഷ് ഗോപി, ബിജെപിയുടെ തൃശൂരിന്റെ അമരക്കാരൻ സുരേഷ് ഗോപി ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. അനന്തപത്മനാഭൻ അനന്തശയനം കൊള്ളുന്ന അനന്തപുരിയുടെ തിരുമുറ്റത്തുള്ള ഈ വഴിത്താരയിലൂടെ ആർമിനിയെ വിജയിപ്പിക്കണമേ, ആർമിനിയെ വിജയശ്രീ ലാളിതയാക്കണമേ. ശ്രീവരാഗത്തിന്റെ ശബ്ദം തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിധ്വനിക്കുവാൻ ശ്രീമതി ആർമിനിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയപരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ സമ്മതിദായകരെയും ദേശസ്നേഹികളെയും അമ്മമാരെയും സഹോദരന്മാരെയും ഗുരുജനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും നേരിൽ കണ്ട് ആർമിനിയെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതായി വഴിപ്പാറയിലൂടെ കടന്നു വരുന്നു. സഹോദരിമാരെ, സമ്മതിദായകരെ, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ തങ്കത്താമര അടയാളത്തിന് രേഖപ്പെടുത്തി നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും താമര അടയാളത്തിന് രേഖപ്പെടുത്തി ആർമിനിയെ ശ്രീവരാഗത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് അയക്കണമേ എന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ശ്രീവരാഗത്തിന്റെ ശബ്ദം പ്രതിധ്വനിക്കുവാൻ ശ്രീവരാഗത്തിൽ നിന്നും മത്സരിക്കുന്ന ആർമിനിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ശ്രീ ലാളിതയാക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശൂരിന്റെ അമരക്കാരൻ സുരേഷ് ഗോപി ഇതാ ഈ വഴിപ്പാറയിലൂടെ കടന്നു വരുന്നു.
ആയിരങ്ങൾ നൽകിയ 10,000 നൽകിയ ആവേശോത്തരമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ബിജെപിയുടെ പ്രിയങ്കരനായ സാരഥി ആർമിനിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിച്ച് വിജയശ്രീലാളിതയാക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോടും ദേശസ്നേഹികളോടും നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും തങ്കത്താമരയുടെ ആളത്തിന് രേഖപ്പെടുത്തി ആർമിനിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വഴി പാറയിലൂടെ കടന്നു വരുന്നു. ആർമിനിയെ വിജയിപ്പിക്കൂ. അഴിമതിരഹിത ഭരണത്തിനായി ശിവരാഗത്തിന്റെ ശബ്ദം തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിധ്വനിക്കുവാൻ ആർമിനിയെ വിജയിപ്പിക്കൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വഴി പാറയിലൂടെ കടന്നു വരുന്നു. ആർമിനിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ശിവരാഗത്തിന്റെ ശബ്ദം അനന്തപുരിയുടെ തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിധ്വനിക്കുവാൻ ആർമിനിക്ക് തണ്ടക്കാമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് വിജയശ്രീലാളിതയാക്കി അനന്തപുരിയുടെ നഗരസഭയിൽ ശിവരാഗത്തിന്റെ ശബ്ദം പ്രതിധ്വനിക്കുവാൻ ആർമിനിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തണ്ടത്താമര അടയാളത്തിന് ഓരോ വോട്ടും രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ബിജെപിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ബിജെപിയുടെ തൃശൂരിന്റെ അമരക്കാരൻ ഭരത് സുരേഷ് ഗോപി ഇതാ ഈ വഴിത്താരയോട് ആർമിനിയുമായി ഈ നാട്ടിലെ മുഴുവൻ സമ്മതിദായകരെ നേരിൽ കാണുവാൻ ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ അമ്മമാരെ, ആശീർവദിക്കണമേ ഗുരുജനങ്ങളെ, അനുഗ്രഹിക്കണമേ സഹോദരിമാരെ, ആശീർവദിക്കണമേ ഗുരുക്കന്മാരെ, അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ജനാധിപത്യ വിശ്വാസികളെ, ദേശസ്നേഹികളെ. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും അഴിമതിരഹിത ഭരണമായ ബിജെപിക്ക് നൽകണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും തങ്കത്താമര അടയാളത്തിന് രേഖപ്പെടുത്തൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ തങ്കത്താമര അടയാളത്തിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ രേഖപ്പെടുത്തി ആർമിനിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ശിവരാഗത്തിൽ നിന്നും തെരഞ്ഞെടുക്കൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആർമിനിയുമായി ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. അഴിമതിരഹിത ഭരണത്തിനായി ജനാധിപത്യ വിശ്വാസികളെ, ദേശസ്നേഹികളെ, നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും താമര അടയാളത്തിൽ രേഖപ്പെടുത്തി തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ അമ്മമാരെ, ആശീർവദിക്കണമേ ഗുരുജനങ്ങളെ, അനുഗ്രഹിക്കണമേ സഹോദരിമാരെ, ആശീർവദിക്കണമേ സഹോദരന്മാരെ, അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ജനാധിപത്യ വിശ്വാസികളെ, അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ജനാധിപത്യ വിശ്വാസികളെ, ദേശസ്നേഹികളെ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് 1000 നൽകിയ 10,000 നൽകിയ ആവേശോജ്വലമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ആർമിനിയെ വിജയിപ്പിക്കൂ. അഴിമതിരഹിത ഭരണത്തിനായി ആർമിനിയെ വിജയിപ്പിക്കൂ. ശിവരാഗത്തിന്റെ ശബ്ദം അനന്തപുരിയുടെ നഗരസഭയിൽ പ്രതിധ്വനിക്കുവാൻ ആർമിനിക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോട് ആർമിനിയെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആർമിനിയുമായി ഇതായി വഴി താരയിലൂടെ കടന്നു വരുന്നു. അനന്തപത്മനാഭൻ അനന്തശൈലം കൊള്ളുന്ന അനന്തപുരിയുടെ തിരുമുറ്റത്തുകൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതായി വഴിത്താരയിലൂടെ കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ അമ്മമാരെ, ആശീർവദിക്കണമേ ഗുരുജനങ്ങളെ, അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ തങ്കത്താമര അടയാളത്തിന് രൂപപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ആർമിനിയെ വിജയിപ്പിക്കൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിജയശ്രീലാളിതയാക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും താമര അടയാളത്തിന് രേഖപ്പെടുത്തി അഴിമതിരഹിത ഭരണത്തിനായി, അഴിമതിമുക്ത ഭരണത്തിനായി ആർമിനിക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ താമര അടയാളത്തിന് രേഖപ്പെടുത്തി ആർമിനിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ താരയിലൂടെ കടന്നു വരുന്നു.
പോട്ട് വണ്ടി പോട്ട് വണ്ടി വിടാൻ പറ പോട്ട് അനുഗ്രഹിക്കണമേ അമ്മമാരെ, ആശീർവദിക്കണമേ അമ്മമാരെ. മറുപടി അർഹിക്കാത്തതുകൊണ്ട് നമുക്ക് മറുപടി നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ലോകം സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളുമായിട്ട് ധീരമായിട്ട് ഇനിയും മുന്നോട്ട് പോവുക എന്ന ചരിത്രപരമായ ആ ഉത്തരവാദിത്വം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നെറുകേടുകൾക്കും കള്ളപ്രചരണങ്ങൾക്കും അന്യായമായ വ്യക്തിഹത്യയ്ക്കും 10-24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ നടത്തുന്ന നീച പ്രവർത്തനങ്ങൾക്കുമെല്ലാം തന്നെ ശിവരാഗം മുക്കോലക്കൽ ഭഗവതി ദേവി നിശ്ചയമായിട്ടും കണക്ക് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ അതിന്റെ നടയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഏതു തരത്തിലുള്ള ദുരാരോപണങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി ഈ ദേവി സമ്മാനിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുള്ളത്. എണ്ണി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ സഹപ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാനുള്ള അവസരം കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരം ലോകം ഈ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് ആസന്നമായ ശ്രീവരാഹമ്പാട് ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വഴി താരയിലൂടെ കടന്നു വരുന്നു. ആർമിനെ വിജയിപ്പിക്കൂ, എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഭരത് സുരേഷ് ഗോപി, തൃശൂരിന്റെ അമരക്കാരനായ സുരേഷ് ഗോപി ഈ വഴി താരയിലൂടെ കടന്നു വരുന്നു. വെട്ടിപ്പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് നമ്മൾ ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു കാരണവശാലും ഈ വാർഡില്ലാതെ ഈ ഗവൺമെന്റ് പിണറായി യാതൊരു സംശയമാർക്കും വേണ്ട. ജീവനാകും പാടിനെ ഇല്ലാതാക്കാൻ നടത്തുന്ന ഏത് ചെറുതും തോൽപ്പിക്കുന്നവരെ കേന്ദ്ര ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷനല്ല ഏത് അതോറിറ്റി വന്നാലും ശരി അത് അതെല്ലാം
വണ്ടി പോട്ടെ ബാക്കിയുള്ള കുറച്ച് നമ്മുടെ സംസ്ഥാനത്ത് വണ്ടി വാ ആ ഗവൺമെന്റിനെയും സംസ്ഥാനത്ത് ആദ്യമായി വരുന്ന ജനങ്ങളോട് ധാർമ്മികമായിട്ട് ഒരു പൗരന്മാരെന്ന് അവരെ അവകാശം ധാർമ്മികത അവർ കേന്ദ്ര ബഡ്ജറ്റ് മാത്രം പരിശോധിച്ചാൽ മതി. ഏതാണ്ട് 350-ലധികം ആളുകൾ കഷ്ടപ്പെട്ട ചൂരന്മലയിലെ അത് ജീവൻ നഷ്ടപ്പെട്ടവർക്കും അവിടെ 10,000-കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായപ്പോൾ പുനരധിവാസത്തിന് വേണ്ടി തയ്യാറാകുന്നതായിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റിനെതിരെ ചിന്തിക്കാൻ ഈ നാടിന് ബാധ്യതയാണ്. അതുപോലെ ഞാൻ പറയുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ നേതാക്കന്മാർക്കോ പ്രവർത്തകർക്കോ ഈ കേരളത്തിൽ കേരളത്തിൽ ആളോട് ചോദിക്കാൻ ധാർമ്മികമായിട്ടുള്ള അവകാശം നമ്മുടെ സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്ന തുകയാകട്ടെ 45 ദിവസത്തിനകത്ത് മാറ്റാൻ പറയും. മാത്രമല്ല അത് നിങ്ങൾക്ക് നൽകാനുള്ള പണത്തിൽ നാടാകെ സങ്കടപ്പെട്ട മഹാ ദുരന്തത്തെ കേന്ദ്ര സഹമന്ത്രിയായ സൂചിപ്പിച്ചത് ഇതൊരു വലിയ ദുരന്തമാണോ, ദുരന്തത്തിന്റെ പറയാൻ വേണ്ടി പാടുള്ളൂ എന്നെല്ലാം പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചെന്ന് മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ് വയനാട്ടിൽ പോയെന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യം കഴിയുന്നു. അവിടെ പോയെന്ന് പറഞ്ഞു ദുരന്തമൊന്നും പിടിക്കാൻ പറ്റില്ല. ഒരു പഞ്ചായത്തിന്റെ 3 വാർഡ് ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു മനുഷ്യൻ ഒരാളാണ് വൈകുന്നെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ വലിയ വിഷമമാണല്ലോ നമുക്ക് എല്ലാവർക്കും. 353 പേരാണ് 14 കിലോമീറ്റർ അകലെയുള്ള ചാലിയാർപ്പുഴയിൽ നിന്നാണ് ശവശരീരങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെടുത്തത്. ആ ദുരന്തത്തെ പോലെ ദുരന്തമായി കാണിച്ചിരിക്കുന്നത് 1000-കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായ ജനതയെ പുനരധിവസിപ്പിക്കാൻ അവരെ സഹായിക്കാൻ എന്തെങ്കിലും സഹായം നൽകുന്നതിന് വേണ്ടി തയ്യാറാകാത്ത ഒരു കൂട്ടർ ഈ നാടിന് വേണ്ടിയാണ് തോന്നുന്നത്. അവർ കേരളത്തിലെ ജനങ്ങളെ BJP-യൊന്നോ കോൺഗ്രസൊന്നോ മാർക്സിസ്റ്റോ വ്യത്യാസമില്ലാതെ കേരളത്തിലെ 4 കോടി ജനങ്ങളെ അവർക്കെതിരായിട്ടുള്ള ഒരു വിജയം കൂടിയായി ചെറുപ്പമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ അവഗണിച്ച, സമ്പൂർണ്ണമായിട്ടും അവഗണിച്ച, മലയാളികളെ അവഗണിച്ച കേരളത്തിൽ മലയാളികൾ എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ മാത്രമല്ല BJP-ക്കാരും എല്ലാവരും രാഷ്ട്രീയ കുടുംബത്തിൽ ഇല്ലാത്തതുമായിട്ടുള്ള 4 കോടി വരുന്ന മക്കളെ അപമാനിച്ച BJP-ക്കെതിരായിട്ടുള്ള വിജയമുണ്ടായി നിശ്ചയമായിട്ട് മാത്രമെന്ന് ഞങ്ങൾ വളരെ വിജയിക്കുകയാണ്. ഈ അഭ്യർത്ഥന ഈ ക്ഷേത്രപരിസരത്ത് മുന്നോട്ട് വെച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഹരിയുടെ എന്ന അനുവാദം നെൽക്കറ്റുമാണ്. അനുവാദം നെൽക്കറ്റാണ് അത് തന്നെ ഹരിമാന നിർത്തിയിട്ടുണ്ട്. ഓക്കെ, 2 ഹരിമാനെ ഞങ്ങളുടെ ഹരിയുടെ പിന്നെ അനുവാദം നെൽക്കറ്റ് ഞങ്ങളുടെ ഹരിയുടെ ആ യന്ത്രത്തിലെ നമ്പരത്തോടെ 5 വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പർ 5-ാം നമ്പറിലെ ഹരികുമാറിനെ വിജയിപ്പിച്ച് നമ്മളെ തെറ്റിക്കാനാണ്, നമ്മുടെ വോട്ട് തെറ്റിക്കാൻ വേണ്ടിയില്ല.